ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരായിരം നന്ദിയുണ്ട്. മെസ്സേജ് അയക്കുന്നവർക്കും ഒരായിരം നന്ദിയുണ്ട്. അഥവാ വീഡിയോ എങ്ങാനും മെസ്സേജിന് റിപ്ലൈ ആയിട്ടുള്ള വീഡിയോ ഡിലേ ആണെങ്കിൽ ക്ഷമിക്കണം. ടൈം ഒരു ഈ ഡ്യൂട്ടിയുടെ ഇടയിലൊക്കെയാണ് ഞാൻ ഈ വീഡിയോസൊക്കെ എടുത്ത് ഇടുന്നത്. അപ്പോൾ കഴിവതും ഞാൻ അപ്പം തന്നെ വീഡിയോ ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ്റെ ആൻസറുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ക്ലിനിക്കിൽ DH ലൈസൻസ് വേണോന്ന് ചോദിച്ചിട്ട്, ക്ലിനിക്കിൽ ജോബ് എടുക്കാനായിട്ട് DH ലൈസൻസോ DH ഓർ DOH ഓർ MOH വേണോന്ന് ചോദിച്ചിട്ട് ഒരു സബ്സ്ക്രൈബർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലിനിക്ക് എന്നല്ല, ദുബായിൽ ഏതൊരു ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇതിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും നമുക്ക് അതിൻ്റെതായ ലൈസൻസ് എന്തായാലും വേണം, എന്നാലേ അവരവിടെ എടുക്കുകയുള്ളൂ. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോം കെയർ ലൈസൻസ് ഇല്ലാത്തവരെ എടുക്കുന്നുണ്ട് എന്നുള്ളത്. അതും ഇപ്പോൾ ഭയങ്കരമായിട്ട് റെയറായിട്ടേ എടുക്കുന്നുള്ളൂ. അതും അവരൊക്കെ 24 hours ഒക്കെ സ്റ്റേ ചെയ്യാനായിട്ട് വില്ലിങ് അങ്ങനെയുള്ളവരെ മാത്രമേ വിത്തൗട്ട് ലൈസൻസിലൊക്കെ എടുക്കുന്നുള്ളൂ. അല്ലാത്ത ഹെൽത്ത് കെയർ സെറ്റപ്പിലുള്ള എല്ലാ ക്ലിനിക്കാണെങ്കിലും ഹോസ്പിറ്റലാണെങ്കിലും അല്ലെങ്കിൽ ഒരു മെഡിക്കൽ സെൻ്റർ ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ പ്രൈവറ്റോ ഹോം കെയറോ അങ്ങനെ എല്ലായിടത്തും ലൈസൻസ് മസ്റ്റായിട്ട് നേഴ്സസിന് വേണം. എന്നാലേ അവർക്കേ മുൻഗണനയുള്ളൂ, എന്നാലേ അവരെ എടുക്കത്തുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ അവരെ എടുക്കുകയുള്ളൂ, പിന്നെ അവർക്കേ മുൻഗണനയുള്ളൂ. പിന്നെ സാലറിയുടെ കാര്യമാണെങ്കിൽ പോലും ലൈസൻസ് ഇല്ലാത്തവർക്ക് സാലറി അത്രയും ഉണ്ടാവില്ല. എക്സ്പെഷ്യലി ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ക്ലിനിക്കിൽ എടുക്കില്ല, ലൈസൻസ് ഇല്ലാണ്ട് ആരും തന്നെ എടുക്കില്ല കേട്ടോ. അപ്പോൾ ആരെങ്കിലും അങ്ങനെ ലൈസൻസ് ഇല്ലാണ്ട് വെറുതെ അപ്ലൈ ചെയ്തിട്ട് ഇരുന്നിട്ട് സമയം കളയണ്ട. അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യാം, ഇപ്പോൾ ദുബായിലാണ് നിങ്ങൾക്ക് ദുബായിലെ ക്ലിനിക്കാണ് നിങ്ങൾ നോക്കണമെങ്കിൽ DH എക്സാം എഴുതുക. അല്ലെങ്കിൽ ഷാർജ, അജ്മാൻ, ഫുജറ ആ ഭാഗത്തൊക്കെ ആണെങ്കിൽ MOHൻ്റെ ലൈസൻസ് എക്സാം എഴുതുക. അല്ല അബുദാബി ഭാഗത്താണെങ്കിൽ DOH എഴുതുക കേട്ടോ. അങ്ങനെ എഴുതി ലൈസൻസ് നമുക്ക് കിട്ടില്ല. എലിജിബിലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവമാണ് കിട്ടുക. പിന്നെ നമ്മൾ വൺസ് എവിടെയെങ്കിലും നമുക്ക് ജോയിൻ ചെയ്യുമ്പോൾ അവരാണ് നമ്മുടെ ലൈസൻസ് ആക്കി തരുന്നത്. ഇതിനെക്കുറിച്ചൊരു ലൈസൻസിനെ കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം. പിന്നെ ക്ലിനിക്സിലൊക്കെ കുറേ സ്ഥലത്ത് വേക്കൻസികൾ ഉണ്ട്. പക്ഷെ ചില ക്ലിനിക്സ് ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ സ്പെഷ്യാലിറ്റി, ഇപ്പോൾ ഡെർമ, അനസ്തെറ്റിക്, അതുപോലെ തന്നെ ഡെന്റൽ, പിന്നെ അതുപോലെ സ്കിന്നിൻ്റെ അങ്ങനത്തെ കുറേ സ്പെഷ്യാലിറ്റി ഏരിയയിലൊക്കെ അവർക്ക് എക്സ്പീരിയൻസ് വേണം. പക്ഷെ വിത്തൗട്ട് എക്സ്പീരിയൻസ് ഇല്ലാത്തവർ എടുക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ നടന്ന് പോയി കണ്ടുപിടിക്കണം. അല്ലാണ്ട് ജസ്റ്റ് ഇപ്പോൾ കാണുന്ന കുറേ മെയിൽ ഐഡിയും കാര്യങ്ങളൊക്കെ കിട്ടി, ഓക്കെ അപ്ലൈ ചെയ്തു, എന്നിട്ട് ഓക്കെ റിപ്ലൈ കിട്ടുമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യരുത്. നിങ്ങളത് കിട്ടിയില്ലെങ്കിൽ അടുത്തത് നോക്കുക. പിന്നെ അവർക്ക് തന്നെ വീണ്ടും എന്നും രാവിലെ ഒരു ബിഫോർ 10 o'clock മുന്നേ ആയിട്ട് രാവിലെ വീണ്ടും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാണ്ട് ഒരു തവണ അപ്ലൈ ചെയ്തിട്ട് ഓക്കെ ഞാൻ അപ്ലൈ ചെയ്തിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇരിക്കുമല്ല. വീണ്ടും ആ അയച്ച മെയിലിലേക്ക് തന്നെ തിരിച്ച് വീണ്ടും അയച്ചുകൊണ്ടിരിക്കുക. എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു 100 കണക്കിൽ മെയിലുകൾ വരുന്നുണ്ട് പലതിലും. അപ്പോൾ അവർക്ക് എല്ലാം തന്നെ തുറന്നു നോക്കാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിത് എന്നും രാവിലെ ഇപ്പോൾ ബിഫോർ 10 o'clock മുന്നേട്ട് അയക്കുവാണെങ്കിൽ അത് നമ്മുടെ ഫസ്റ്റ് ആയി കിടക്കും. അപ്പോൾ അവർ അത് പെട്ടെന്ന് കാണുകയും അതിലേക്ക് വിളിക്കാനുള്ള ചാൻസ് വളരെയേറെ കൂടുതലാണ്. പിന്നെ നടന്നു പോയി കൊടുക്കാനായിട്ട് ഈ ദുബായിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ജുമേറ 1 എന്ന ഭാഗത്ത്, അതുപോലെ ഹെൽത്ത് കെയർ സിറ്റി, ഊദു മെത്തേഡ്, അവിടെ ഹെൽത്ത് കെയർ സിറ്റിയിലൊക്കെ കുറേ ക്ലിനിക്ക് ഉണ്ട്. ഞാനൊക്കെ ജോലി ഇല്ലാത്ത സമയത്ത് ഹെൽത്ത് കെയർ സിറ്റിയുടെ അവിടെ നമ്മളൊന്ന് ജസ്റ്റ് അവിടെ പോയാൽ മതി. അവിടെ ഇഷ്ടംപോലെ ക്ലിനിക്സുകളുണ്ട്. അവിടെ ചെന്നിട്ട് കുറേ പേര് നമ്മുടെ CV ഡയറക്റ്റ് തന്നെ എടുക്കുന്നുണ്ട്. അവിടെ കൊടുക്കാൻ പറ്റും. കുറേ പേര് അടുത്ത് പോയി അവിടെ റിസപ്ഷനിൽ ചോദിച്ച് നമുക്ക് മെയിൽ ID കിട്ടും. അങ്ങനെ മെയിൽ ID കളക്ട് ചെയ്ത് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് അവർ വിളിക്കുന്നുണ്ട്. എന്നെയൊക്കെ കുറേ സ്ഥലങ്ങളിൽ വിളിച്ചു. പിന്നെ നമ്മുടെ ഇന്റർവ്യൂയുടെ പെർഫോമൻസും കാര്യങ്ങളും എക്സ്പീരിയൻസ് അനുസരിച്ചിട്ടായിരിക്കും എടുക്കുക. എന്നാലും കുറേ സ്ഥലത്ത് തന്നെ ഞാൻ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയായിരുന്നു. പക്ഷെ സാലറി ഒരു 4000 4005 ആ റേഞ്ചിലൊക്കെ ആയതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ പോയില്ല. എനിക്ക് ഓൾറെഡി ഇവിടെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് എനിക്ക് ആ സാലറി ഓക്കെ അല്ലാത്തതുകൊണ്ട് ഞാൻ പോയില്ലായിരുന്നു കേട്ടോ. പിന്നെ അതുകൊണ്ട് ഇതാക്കില്ല. പക്ഷെ ഇപ്പം എനിക്ക് ഹോസ്പിറ്റലിൽ ജോലി ഉണ്ട്. ഇപ്പോൾ ഞാൻ പണ്ട് വന്നപ്പോൾ ഉള്ള കാര്യം ഞാൻ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് എന്ത് വേണം, നിങ്ങൾക്കാണ് വേണ്ടത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ചുമ്മാ ഇവിടെ അപ്ലൈ ചെയ്തിട്ട് വെറുതെ ഇങ്ങനെ റൂമിൽ ഇരിക്കുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ഇറങ്ങി
പ്രവർത്തിക്കുക. ഇപ്പൊ ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിന്റർ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അധികം ചൂട് കാര്യങ്ങളൊന്നും പുറത്തില്ല. അപ്പൊ നിങ്ങൾക്ക് ഇറങ്ങി നടന്ന് ഈ ഹെൽത്ത് കെയർ സിറ്റി, ജുമേറ 1, ജുമേറ 2 അവിടെയൊക്കെ ഇഷ്ടംപോലെ ക്ലിനിക്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 50ന്റെ മുകളിലുള്ള ക്ലിനിക്സുകൾ ഉണ്ട്. അവിടെ എല്ലാം നടക്കുക. നാണക്കേടൊന്നും ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ ആവശ്യമാണ്. അപ്പൊ എന്ത് ചെയ്യുക, നമ്മൾ തന്നെ നടന്നു പോയിട്ട് ഓരോ ക്ലിനിക്സിലും കയറി അവിടെ റിസപ്ഷൻ ഉണ്ടാവും. അവര് നമ്മളെ ആട്ടി വിടുക, അങ്ങനെ ഇതാക്കി വരണ്ട, അങ്ങനെ ഒന്നും പറയില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു നാണക്കേട് ഇതാക്കാണ്ട് കയറി ചെല്ലുക. അവരുടെ അടുത്ത് CV അപ്ലൈ ചെയ്യുക, വേക്കൻസി ഉണ്ടോ എന്ന് ചോദിക്കുക, മെയിൽ ID തരുമെന്ന് ചോദിക്കുക, അങ്ങനെ ഇതാക്കുക, അപ്ലൈ ചെയ്യുക. ഉറപ്പായും ഒരു സ്ഥലത്ത് നിന്നെങ്കിലും നിങ്ങൾക്ക് എന്തായാലും വിളി വരും. ഫ്രഷറാണ്, അപ്പോൾ എപ്പോഴും ഹൈ സാലറി പ്രതീക്ഷിക്കരുത്. നിങ്ങൾ ആദ്യമായിട്ട് ദുബായിൽ വരികയാണ്, അപ്പോൾ എപ്പോഴും ഒരു അത്യാവശ്യം ഒരു സാലറി, എന്തായാലും ഒരു 4ന്റെ മുകളിൽ സാലറി, 4000 ദറംസിന്റെ മുകളിൽ കിട്ടും. നാട്ടിൽ ഒരു 80,000ത്തിന്റെ മുകളിൽ എന്തായാലും ഉണ്ട്. അത്രയും സാലറി ഫസ്റ്റ് കിട്ടും. അപ്പം നിങ്ങൾ ആദ്യം കുറഞ്ഞ സാലറിയിൽ നിങ്ങൾ എടുക്കുള്ളൂ. നിങ്ങൾ ആദ്യമായിട്ടാണ് ദുബായിൽ, നിങ്ങൾക്ക് ദുബായിലെ ഒരു എക്സ്പീരിയൻസും ഇല്ല. അപ്പോൾ ആരും അത്രയും ഹൈ ലെവലിൽ സാലറിയോ 4000 ഉള്ളൂ, അല്ലെങ്കിൽ 4500 ഉള്ളൂ, 5000 ഉള്ളൂ, ഇതെനിക്ക് പോരാ, എനിക്ക് ഇതിലും കൂടുതൽ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കരുത്. കിട്ടണ സാലറിയിൽ ആദ്യം എന്ത് ചെയ്യുക, കയറുക. എന്നിട്ട് അവിടെ നിന്നിട്ട് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കുക. അപ്പോൾ അവിടെ ഒരു എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ UAE നിന്നൊരു എക്സ്പീരിയൻസ് കിട്ടും. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിത്തിൻ 1 ഇയറിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് റിസൈൻ ചെയ്യാം. റെസിഗ്നേഷൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേറെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് വേറെ സ്ഥലത്ത് വെക്കാം. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി ഹയർ ആയിട്ടുള്ള സാലറി കിട്ടും. അപ്പോൾ അങ്ങനെ ശ്രമിക്കുക. അല്ലാണ്ട് വെറുതെ മെയിൽ ID കാര്യങ്ങളും കൊടുത്തിട്ട് ലൈസൻസ് ഒന്നും ഇല്ലാണ്ട് ചുമ്മാ ഇവിടെ നിന്ന് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. ആരും തന്നെ ഇപ്പോഴത്തെ ഒരു ഇതിൽ വെച്ചിട്ട് ആരും തന്നെ ഇപ്പൊ എടുക്കുന്നില്ല കേട്ടോ. ലൈസൻസ് ഒന്നും ഇല്ലാത്തവർക്കൊക്കെ വളരെ ഒരു 100-ലൊരു 95% ചാൻസ് ഇല്ല. പിന്നെ ഒരു 5% ഉള്ളൂ വിത്തൗട്ട് ലൈസൻസിലൊക്കെ ആൾക്കാർ എടുക്കുന്നുള്ളൂ. അതും വളരെ കുറഞ്ഞ സാലറിയിലും കാര്യങ്ങളും, അതും ഹോം കെയർ അങ്ങനത്തെ കാര്യങ്ങളിലേ എടുക്കുന്നുള്ളൂ. ക്ലിനിക്സിൽ അങ്ങനെ എടുക്കുന്നില്ല. അപ്പൊ ഇതാണ് ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ. അപ്പോൾ എന്തായാലും നിങ്ങൾ അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് വേണമെന്ന് വിചാരിച്ച് മുന്നിൽ ഇറങ്ങി പ്രവർത്തിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾ ഹാർഡ് വർക്ക് എഫേർട്ട് ഇട്ടുകഴിഞ്ഞെങ്കിൽ അതിനൊരു ഫലം ദൈവം നിങ്ങൾക്ക് എന്തായാലും തരും കേട്ടോ. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്. ഇതുപോലത്തെ മെസ്സേജോ കാര്യങ്ങളോ ഡൗട്ടോ വേറെ എന്ത് റിലേറ്റഡ് ആയിട്ടുള്ള UAE നേഴ്സായി വന്നിട്ട് നിങ്ങളിവിടെ ബുദ്ധിമുട്ടാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വരാനായിട്ടോ, അല്ലെങ്കിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇത് എന്താണെങ്കിലും ചോദിക്കാം. ഞാൻ അതിന് റിപ്ലൈ തരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും അറിയാനുണ്ടെങ്കിൽ അതും എനിക്ക് അയച്ചു തരാൻ നമ്പർ ഞാൻ ചോദിച്ചിട്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് വൈസ് അന്വേഷിച്ച്, എൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോരുത്തരും ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഓരോ സ്ഥലങ്ങളിലുമാണ് വർക്ക് ചെയ്യുന്നത്. അവരുടെ അടുത്തൊക്കെ ചോദിച്ച് എനിക്കറിയുന്ന അറിവ് നിങ്ങളായിട്ട് ഞാൻ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ മെസ്സേജ് അയക്കുക, സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.